ഇപ്പോൾ ഇതാക്കുന്ന ഷെമി ഇതാക്കുന്ന വാർഡിലേക്ക് മാറിയിരിക്കുന്നു കേസ്. ഇന്നലെ സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞല്ലോ, പക്ഷേ സ്റ്റിച്ച് ഇടാൻ പറ്റിയില്ല. കാരണം ഇന്നലെ മെയിൻ ഡോക്ടർ ഇല്ല, എൻ്റെ സ്റ്റിച്ച് ഇടാനും കാര്യങ്ങൾക്കൊന്നും മെയിൻ ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ നിർത്തിയതായിരുന്നു. ഇതുവരെ ഷെമി ലേബർ റൂമിലായിരുന്നു, ഇപ്പം പുറത്തൊക്കെ ഇറങ്ങിയതാണ്. ഇനി ഫുഡൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കണം. ഇഞ്ചക്ഷൻ സ്റ്റിച്ച് ഇടാൻ 5 മണിയാണല്ലേ ടൈം പറഞ്ഞ ഷെമി? 5 മണി അനസ്തേഷ്യ തരും അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ ഫുഡ് ഇപ്പൊ കഴിക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ നല്ലോണം ഒരു ഫുൾ മസാല ദോശയൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. എന്നിട്ട് അത് കഴിക്കാതെ അങ്ങനെ ഇരുന്നതാ. ഇപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് അതിന്റെ ഉള്ളിലൊന്നും പിന്നെ കൈയൊന്നും അങ്ങനെ കഴുകിയിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, അതിനെ കൊണ്ടൊക്കെ കഴിക്കൂ. അപ്പൊ ഏതായാലും ഇപ്പൊ കഴിക്കണം തോന്നണോ? നേരത്തെ ഒരു പുള്ളിന്റെ കുറച്ചെന്തോ ഒരു 1-2 പീസ് എടുത്ത് കഴിച്ചിട്ടേ ഉള്ളായിരുന്നു മസാല ദോശ. ഇപ്പൊ കഴിക്കണം തോന്നണോ? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് ആ വീഡിയോ കണ്ടതുപോലെ തന്നെ TT ഫാമിലിയെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ TT ഫാമിലിയിലെ ഷെമി രണ്ടാമത് അപ്പോൾ TT ഫാമിലിയെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. TT ഫാമിലി ഷെമി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. അത് സ്റ്റിച്ച് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ഷെമിക്ക് ആ ഒരു ഇതൊന്നൊക്കെ വിമുക്തിയായിട്ട് എത്രയും പെട്ടെന്ന് വരാൻ സാധിക്കട്ടെ. അതുപോലെ അവരെ ഒരുപാട് ഇതായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇട്ട് തളർത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു അവസ്ഥയിലും അവരെ തളർത്താതിരിക്കുക. എന്തായാലും അവർ നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകാൻ അവർക്ക് കഴിയട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. ഇപ്പോൾ ഇത്ര ഏജ് ആയതിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും ഏജായി കഴിഞ്ഞ് ചിലവർക്ക് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ഇടണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലാണ് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ക്ഷമിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഇതൊക്കെ റിവീൽ ചെയ്ത സമയത്തും പല നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത് ചെയ്ത് അവർ ഇപ്പോൾ ഇതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളും അതുപോലെ ക്ഷമിക്കും ഹസ്ബൻഡിനും അവനക്കും ഒരുപാട് വിവാദങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും അതിനൊക്കെ ഇതായിട്ട് അവർ കൂളായിട്ട് തന്നെ പിടിച്ചു നിന്ന് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഏജായിട്ട് പോലും അവൻ പുള്ളിക്കാരിയെ വൈഫിനെ മാറ്റി നിർത്താതെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് നല്ല അടിച്ചു പൊളിച്ചൊരു ജീവിതം തന്നെയാണ്. അവരുടെ ലൈഫ് കാണുമ്പോൾ തന്നെ നമുക്ക് ജീവിക്കാൻ പോസിറ്റീവ് തോന്നുന്ന ഒരു ലൈഫ് തന്നെയാണ്. അത്രയും ഞാൻ എപ്പോഴും അവരുടെ വീഡിയോസൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് ആയിട്ടൊന്നും പറയാനില്ല. പിന്നെ പ്രഗ്നൻസി ആ ഒരു ടൈമിൽ അവർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവ്സ് ആയിട്ട് തോന്നി. ആ സമയത്ത് ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇവരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് തോന്നുന്ന ഒരു വീഡിയോസ് തന്നെയാണ് ഇവരുടെ. അപ്പം എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. കാര്യമല്ല, ഇനിയിപ്പോ ഏതായാലും അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് 2 മണി വരെ വെള്ളം കുടിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളവും കുടിക്കാൻ പറ്റില്ല, അങ്ങനെ കിടക്കുക തന്നെയാണ് പരിപാടി. എന്നാലും ഉറങ്ങിയ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറക്കം വന്നില്ല. ഇങ്ങനെ ആശുപത്രി അങ്ങനെ നിന്നില്ല. ആയുഷ് ഒറ്റക്ക് നമ്മളില്ലാതെ ആശുപത്രി നിന്നില്ലല്ലോ അല്ലേ പറയും പോലെ. ആദ്യമായിട്ട് ആയുഷ് അങ്ങനെ നിക്കണത് ഞാൻ വിചാരിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. വിളിച്ചു നോക്കിയപ്പോ കറണ്ടൊക്കെ കേട്ടിട്ട് സങ്കടം. താത്തന്റെ അടുത്താണ് ആയുഷുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തിട്ടോ ആയുഷിനോട്. നമുക്ക് മനസ്സിലായി നമുക്ക് കൂക്കുണ്ടായിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇല്ലാണ്ട് ആയുഷ് നിക്കണത്. അപ്പൊ വേറെ കാര്യമുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പോൾ പഠിച്ചവൻ അതിനനുസരിച്ച് സാഹചര്യം ആക്കി തരും. അത് സത്യമാണ്. കാരണം ആ ഇതുവരെ ഞങ്ങൾ ഇല്ലാണ്ട് നിന്നില്ല. ഞാനും അല്ല ഷെമി എന്തായാലും ഞാനില്ലെങ്കിൽ ഷെമി ഇല്ലാണ്ട് ഇതുവരെ ആവശ്യം നിന്നില്ല. ഇപ്പൊ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ കോൾ ചെയ്തപ്പോ എന്നോട് പറഞ്ഞ് മമ്മക്ക് കൂക്കുമല്ലേ, കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങൾ വെച്ചോ, പിന്നെ വരുമ്പോ മുട്ടായി വാങ്ങി വരണം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവർ പറഞ്ഞ് ശരി തന്നെയാണ്. നമുക്ക് മൂത്തൊരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എനിക്ക് അങ്ങനെയായിരുന്നു. ഞാൻ ഡെലിവറിക്കൊക്കെ പോകുന്ന സമയത്ത് ആമിക്ക് 4 വയസ്സൊക്കെ ഉണ്ട്. എന്നാലും അവളെ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. എന്നെ പിരിഞ്ഞ് അവൾ ഇരുന്നിട്ടേ ഇല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്താണ് എനിക്ക് തന്നെ 7-8 ദിവസം എനിക്ക് കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് രണ്ടാമത്തെ മോൾക്ക് മഞ്ഞയുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നോർമലായിരുന്നു, രണ്ടാമത് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് 6-7 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ അന്ന് ആ സമയത്ത് മോളെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം എന്തോ ആമി വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുഞ്ഞുങ്ങളെ മാറിയിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രയാസമാണ് ആ ഒരു ടൈമിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഷെമിക്കും മോളെ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ പിരിയാതെ നമ്മൾ പെട്ടെന്ന് പിരിയേണ്ട സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും മക്കളെ. പിന്നെ നമ്മളത് ഓക്കെ ആവും. എന്നാലും നമുക്ക് ഫസ്റ്റ് ആ ഒരു പ്രഗ്നൻസി ടൈം പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ. എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആമി വന്ന് നിന്നും ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഭയങ്കര ഒരു വേദന തന്നെ. ആ ഒരു നിമിഷം ഇപ്പോഴും ഓർക്കുമ്പോൾ ഇപ്പോഴും വിഷമം തോന്നും. അത്രയും ഇതാണ്. മൂത്ത മക്കളുണ്ടാകുമ്പോൾ രണ്ടാമത് നമ്മളൊരു ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട കാര്യങ്ങളും ഇതൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു പാട് തന്നെയാണ്. അപ്പോൾ എന്തൊരു ഇതാണെങ്കിലും അങ്ങനെ എനിക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പാമിക്ക് ഇടയ്ക്ക് കാലിൽ കുപ്പിച്ചിൽ കുത്തിയപ്പോഴും എനിക്ക് ചെറിയ മോളെ പിരിഞ്ഞിരിക്കേണ്ട 2-3 ദിവസം അങ്ങനെ പിരിഞ്ഞിരിക്കേണ്ട വന്നു. അപ്പോഴും എനിക്ക് ഭയങ്കര ഇടങ്ങാറായിരുന്നു. നമുക്ക് മക്കളുണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരെ പിരിഞ്ഞിരിക്കേണ്ട ഒരു ഘട്ടം വരുന്ന സമയത്ത് നമുക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഇവർ പറഞ്ഞതുപോലെ തന്നെ ഷെമി പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഉറക്കം വരില്ല. അവിടെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഭക്ഷണം കഴിച്ചു. പക്ഷെ അവർ ചിലപ്പോൾ നമ്മളില്ലാതെ അവർ ഹാപ്പി ആയിരിക്കും. നമ്മുടെ തോന്നലായിരിക്കും അവർ ഓക്കെ അല്ല നമ്മളില്ലെങ്കിൽ അവരൊന്നും അല്ല എന്നുള്ള നമ്മുടെ ആ ഒരു തോന്നലായിരിക്കും. പക്ഷെ അവർ ഓക്കെ ആയിരിക്കും. ഇപ്പോൾ എന്താണ് ഷെമിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, വരുമ്പോൾ മുട്ടായി വാങ്ങിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരൊക്കെ നമുക്ക് ആ ഒരു ഇതറിയുള്ളൂ. ഭയങ്കര ഒരു ഇതായിരിക്കും, വിഷമമായിരിക്കും. അപ്പോൾ എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കേട്ട് നോക്കൂ. തന്നെ ഇപ്പോൾ പിന്നെയും കൊണ്ടുപോയി ചെയ്യിക്കേണ്ട ടീറ്റ് ഇന്നാലെ അടിച്ച്. പക്ഷെ എനിക്ക് അറിയൂല എന്തൊക്കെയൊക്കെ ടെസ്റ്റുകളെ പേര് പറഞ്ഞു. നമുക്ക് എല്ലാ ടെസ്റ്റുകളും എനിക്ക് അറിയൂലല്ലോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് 1-2 പ്രാവശ്യം ചെയ്തിക്കണേ. അപ്പൊ എന്നോട് എന്ത് ചോദിച്ചപ്പോ ഞാൻ അത് ചെയ്തിക്കണെന്ന് തന്നെ. ബ്ലഡിനെ റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദിച്ചാൽ ഞാൻ ചെയ്തിക്കണെന്ന് അന്ന് ചെയ്തിക്കണല്ലോ. ആ രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. ഏതായാലും കുഴപ്പമില്ലാണ്ട് നിൽക്കട്ടെ അല്ലേ. ഇനി എല്ലാവരും ആ ചെയ്യ്. ഇനി ഏതായാലും എന്താണെന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏതായാലും പറയാം അല്ലേ. ഓക്കെ, ഏതായാലും ശരി ഗൈസ്. എന്തായാലും ഷെമിയുടെ ഹസ്ബൻഡ് ഇതുപോലെ കൂടെ നിൽക്കുന്ന, ഇത്രയും സപ്പോർട്ട് ആയിട്ട് കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടുക എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പ്രായമോ അല്ലെങ്കിൽ സൗന്ദര്യത്തിലോ ഒന്നും അല്ല പ്രണയം. ഇവരുടെ ആ ഒരു ലൈഫ് എടുത്ത് നോക്കുന്ന സമയത്ത് പ്രായവും ഇതൊന്നും അല്ല അവരുടെ ലൈഫിൽ. അവർ ഹാപ്പിയാണ്, അവർ നന്നായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ എന്താണ് ഹസ്ബൻഡ്സ് ഒന്നും കൂടെ നിൽക്കാറില്ല. ഒന്നില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ അങ്ങനെയൊക്കെയാണ് നിൽക്കാറ്. പക്ഷേ എന്താണ് ഷെമിയെ സംബന്ധിച്ച് അവൻ കൂടെ നിൽക്കുന്ന ആ ഒരു ഇത്, അത് ഏതൊരു പെണ്ണും കൊതിക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് നമ്മുടെ പ്രഗ്നൻസി ടൈം. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഹസ്ബൻഡിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മൾക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. അല്ലാതെ എല്ലാവരും പറയുന്ന പോലെ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത് പോലെ നിനക്ക് ഇങ്ങനത്തെയാണ്, നീ തള്ളയാണ് കല്യാണം കഴിച്ച്, അതൊന്നും അല്ല. നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ. അത് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക, നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ വെറുതെ എന്തിൻ്റെ പേരിലെങ്കിലും തളർന്ന് ഇതായിട്ട് ഇരിക്കാതെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതാണ് ഇപ്പോൾ വരുന്ന രണ്ടുപേരും ലൈഫ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഹാപ്പിയാണ്, അത് മാത്രം നോക്കിയാൽ മതി. നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും മൈൻഡ് ചെയ്യാതെ അവർ ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. എത്രയോ സൗന്ദര്യമുള്ളവരും പ്രായത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടൊക്കെ കല്യാണം കഴിച്ചവരിൻ്റെയൊക്കെ ലൈഫ് എടുത്ത് നോക്കുന്ന സമയത്ത് ബിഗ് സീറോ ആയിരിക്കും. അതിനേക്കാളും നല്ലതാണ് അവരുടെ ലൈഫിൽ അവർ ഹാപ്പിയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ലൈഫ് എൻജോയ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിന് തന്നെ ഒരു ബിഗ് സല്യൂട്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. അവരുടെ ലൈഫ് കാണുമ്പോൾ ശരിക്ക് ഒരു ഇത് തോന്നുന്ന ഒരു ലൈഫ് തന്നെയാണ്. എല്ലാവർക്കും ഇതാവേണ്ട ഒരു ലൈഫ് തന്നെയാണ്. പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് അവരുടെ ഇത്രയും ഇത് വെച്ചിട്ട് അവർ മനസ്സിലാക്കി തരുന്ന ഒരു ഇത്. അപ്പം അതും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ കല്യാണം കഴിക്കണം, അങ്ങനെ എല്ലാവരുടെ ലൈഫും ചിലപ്പോൾ ഇതുപോലെ സക്സസ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമല്ല. പൊതുവേ അവരുടെ ലൈഫ് എടുത്ത് നോക്കുന്ന സമയത്ത് അവർ ഹാപ്പിയാണ്. അപ്പോൾ അത് നമ്മളത് നോക്കിയാൽ പോരെ. പരസ്പരം മനസ്സിലാക്കുന്ന 2 വ്യക്തികൾ ഉണ്ടാകുന്നതല്ലേ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ എല്ലാം എത്രയും പെട്ടെന്ന് മാറിയിട്ട് പഴയതുപോലെ എന്തായാലും നല്ലതായിട്ട്
മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നല്ലൊരു കുഞ്ഞിനെ, ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.